തളരാതെ കാക്കുന്നു ദൈവം, നമ്മെ തളരാതെ കാക്കുന്നു ദൈവം. ആയിൽ തുടങ്ങുന്നു ഭാഷ, അമ്മയിൽ ഉണരുന്നു സ്നേഹം. അറിവുകൾ പകരുന്നിതധ്യാപകർ, തളരായി നിറയുന്നിതച്ഛൻ. നമ്മെ തളരാതെ കാക്കുന്നു ദൈവം, നമ്മെ തളരാതെ കാക്കുന്നു ദൈവം, നമ്മെ തളരാതെ കാക്കുന്നു ദൈവം. For summer coaching camp inauguration, I am very glad to welcome to invite all to our coaching camp. First of all, I would like to invite our trust chairman Sri Radhakrishnan sir to participate our coaching camp. Then I would like to invite our trust secretary Sri Ashok Kumar sir. Next, I would like to invite trust president Pradhavachandra sir to participate to our coaching camp. And also, I would like to inform all trust dignitaries to participate to our summer coaching camp. Then I would like to invite Hanindran sir, our education commissioner, to participate to our summer coaching camp. Then I would like to invite our principal sir. Then I would like to invite all teachers, non-teaching staff, parents and dear friends to participate to our coaching camp. Thank you. ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ട്രസ്റ്റ് സെക്രട്ടറി, അതുപോലെ നമ്മുടെ കരിക്കയം ക്ഷേത്രത്തിലെ ക്ഷേത്ര ട്രസ്റ്റിലെ സെക്രട്ടറി ചെയർമാൻ രാധാകൃഷ്ണൻ നായർ സാർ, അതുപോലെ പ്രതാപേന്ദ്രൻ സാർ, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ടീച്ചേഴ്സ്, അതുപോലെ ഇന്ന് നമ്മുടെ ഇവിടുത്തെ സ്കൂളിൻ്റെ സമ്മർ ക്യാമ്പ് ആരംഭിക്കുകയാണ്. നമ്മൾ പരീക്ഷയുടെ ഒരു ചൂടെല്ലാം കഴിഞ്ഞ് നമ്മളൊരു വെക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ വെക്കേഷനിൽ എപ്പോഴും വീടുകളിൽ ഇരുന്ന് നമ്മൾ ടിവിയും അതുപോലെ ഫോണും എല്ലാം ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലെ ക്യാമ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരുമായിട്ട് കൂടുതൽ ഇടപെടാനും അതുപോലെ തന്നെ നല്ല രീതിക്ക് നമുക്ക് മാനസികമായിട്ടും ഉള്ളൊരു സന്തോഷം കിട്ടുകയും ചെയ്യും. അപ്പം അത് ഇന്നിപ്പോൾ നല്ലൊരു ചൂട് കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥയിൽ നമുക്ക് രാവിലെ തൊട്ട് ഏകദേശം ഒരു 10-10:30 വരെ ഇതുപോലെയുള്ള ക്യാമ്പുകൾ നടത്തുന്നത് കൊണ്ട് കുട്ടികൾക്ക് അവരുടെ കായികമായിട്ടുള്ള ഇതും കൊണ്ടുവരാനും എല്ലാം സാധിക്കും. ഈ ക്യാമ്പ് നല്ല രീതിക്ക് മുമ്പോട്ട് പോകണം എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ ഈ ക്യാമ്പ് ഞാൻ ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട ട്രസ്റ്റ് ചെയർമാൻ, ബഹുമാനപ്പെട്ട ട്രസ്റ്റ് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട ഈ സ്കൂളിന്റെ കൺവീനർ ശ്രീ ഹരീന്ദ്രൻ നായർ സാർ, പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, കുട്ടികളെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അതിലുപരി ഇന്ന് ആരംഭിക്കുന്ന യോഗ ക്ലാസ്സാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികൾക്ക് കൊടുക്കേണ്ട അവരുടെ മാനസികമായിട്ടുള്ള ഉല്ലാസത്തിനും അവരെ ബുദ്ധി വികസിക്കുന്നതിനൊക്കെ യോഗ വളരെയധികം പ്രദാനം ചെയ്യുന്നതായി നമുക്കറിയാം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ദിവസം 3 മണിക്കൂർ കണ്ടിന്യൂ യോഗ ചെയ്യും എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം ലോക രാഷ്ട്രങ്ങളിൽ തന്നെ ഏറ്റവും വലിയൊരു നേതാവായി ഉയർന്നതിന്റെ പിന്നിൽ തന്നെ അദ്ദേഹം പറയുന്നത് കണ്ടിന്യൂ ആയിട്ടുള്ള കൃത്യമായ യോഗയാണ്. ആ യോഗയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഉള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ. അങ്ങനെ ഇന്ന് ആരംഭിക്കുന്ന ഈ സമ്മർ കോച്ചിങ് ക്യാമ്പിന് യോഗയ്ക്കും എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. അതിന് പിന്നിൽ പ്രവർത്തിച്ച PT ടീച്ചറുണ്ട്, സാറുണ്ട്, ബാക്കി എല്ലാ ടീച്ചേഴ്സും ഉണ്ട്. അവരെല്ലാം വെക്കേഷൻ സമയത്ത് ഇങ്ങനെ കുട്ടികളെ എൻഗേജ് ചെയ്യുന്നു. ഒരുപക്ഷെ തിരുവനന്തപുരത്തെ സ്കൂളുകളിൽ അപൂർവ സ്കൂളുകളിൽ മാത്രമേ ഇങ്ങനെ ഒരു പരിപാടിയെല്ലാം സംഘടിപ്പിക്കുകയുള്ളൂ. നമ്മുടെ സ്കൂള് ഇനി ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യാപകർ, കുട്ടികൾ എല്ലാവർക്കും നമസ്കാരം. ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ജനതയാണ്. ഒരു മാനസികമായും ശാരീരികമായും ഉള്ള ആരോഗ്യം വളരെ പ്രധാനമാണ്. മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഈസ് ഈക്വലി കോറിലേറ്റഡ്. ഇവിടെ ഇന്ന് ആരംഭിക്കുന്ന ഈ സമ്മർ ക്യാമ്പ് വളരെ വിജയകരമായിരിക്കട്ടെ. ഈ സമ്മർ ക്യാമ്പിലൂടെ അല്ലെങ്കിൽ ഈ ഫിസിക്കൽ എക്സസൈസിലൂടെ
സഹകരണവും ടീം സ്പിരിറ്റ്, അത് സ്വഭാവ രൂപീകരണം, ഡിസിപ്ലിൻ, ഇവയെല്ലാം തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെ ജീവിത ശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും ഈ ഫിസിക്കൽ എക്സസൈസ് കൊണ്ട് സാധിക്കുമെന്നുള്ളതിന് സംശയമില്ല. ഈ വർഷത്തെ എനിക്ക് ശ്രീ ചാമുണ്ഡി വിദ്യാപീഠത്തിൻ്റെ സമ്മർ കോച്ചിങ് ക്യാമ്പ് വളരെ വിജയകരമാകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. കരിക്കൽ ക്ഷേത്ര ചെയർമാൻ ശ്രീ രാധാകൃഷ്ണൻ നായർ, ഇവിടുത്തെ സ്കൂളിൻ്റെ നമ്മുടെ എഡ്യൂക്കേഷൻ കൺവീനർ ഡോക്ടർ ഹരീന്ദ്രനാഥ്, ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ അശോക് കുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ രാജ്മോഹൻ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഈ സുപ്രഭാതത്തിൽ തന്നെ ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തെത്തി നമ്മുടെ പ്രിയങ്കരിയായ കൗൺസിലർ അഡ്വക്കേറ്റ് അശ്വതി, ഇവിടുത്തെ ടീച്ചർമാരെ, പേരൻസ്, സ്റ്റുഡൻസ്, നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് നമ്മുടെ സെക്രട്ടറി ഇന്ന് വിശേഷിപ്പിച്ചു. കാര്യം നമ്മൾ യോഗ ഉള്ള വളരെ കുറച്ച് സ്കൂളുകളിൽ മാത്രമേ യോഗ ഉള്ളൂ എന്ന് പറഞ്ഞു. യോഗയുടെ ആവശ്യകതയും അദ്ദേഹം സൂചിപ്പിച്ചു. യോഗ എന്താ എന്ന് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാവും. യോഗ നിങ്ങളെല്ലാം കാളവണ്ടി കേട്ടിട്ടുണ്ടാകും. കുട്ടികളെല്ലാം രണ്ട് കാളെ കെട്ടി ഒരേ വഴിക്ക് കൊണ്ടുവന്നത് ഉണ്ടുണ്ടാ. നമ്മുടെ ഒരു മനസ്സും അതുപോലെ ഒരു കാളവണ്ടിയാണെന്നാണ് പറയുന്നത്. അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞൊരു ശരീരവും ഒരു മനസ്സുമുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകണം എന്നുള്ളതാണ്. അതിന് ഈ രണ്ട് കാളവണ്ടിയെ കഴുത്തി വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ പറഞ്ഞ കണക്ക് योग എന്ന് പറയുന്ന സാധനം ഇംഗ്ലീഷിൽ. അത് യോഗ എന്ന് നമ്മൾ ഈ രണ്ട് കൂട്ടിയായിരിക്കണം. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഒത്തുപോകണം. സെക്രട്ടറി നമ്മളോടൊപ്പം പറഞ്ഞു, നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി 3 മണിക്കൂർ യോഗ ചെയ്യുന്നു. അദ്ദേഹം ഇന്ന് 99 രാഷ്ട്രങ്ങൾ അദ്ദേഹത്തിന് നേതാവായിട്ട് അംഗീകരിച്ചിരിക്കുന്നൊക്കെ. ഈ പ്രയാണത്തിലേക്ക് എത്താൻ നമ്മുടെ ഈ ശരീരത്തിനെയും മനസ്സിനെയും ഒരുമിച്ചെത്തിക്കാനായിട്ടുള്ള ഒരു പ്രക്രിയയാണ് യോഗ എന്ന് പറയുന്നത്. ഇന്ന് ഒത്തിരി ഉഷ്ണം കൂടുതലുണ്ട്, ചൂട് കുറച്ച് വെയിലത്ത് നിങ്ങൾ നിർത്തിയിരിക്കുകയാണ്. എന്തായാലും 5 മിനിറ്റ് തീർക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ലോകത്തെ ഏറ്റവും വലിയ മോട്ടിവേഷൻ സൈക്കോളജിസ്റ്റായ സിഗ്ലർ എന്ന് പറയുന്ന 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് നിങ്ങളിവിടുത്തെ പ്രാർത്ഥന കേട്ടാൽ മനസ്സിലായി കാണും. ഒന്ന് നമുക്ക് വേണ്ടത് ഹോപ്പ്, പ്രതീക്ഷയാണ്. നമുക്ക് നല്ലൊരു നാളെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് ഫെയ്ത്താണ്, വിശ്വാസം. നമ്മളുടെ വിശ്വാസങ്ങളാണ് നമ്മൾ രക്ഷിക്കുന്നത്. നമ്മൾ ഇടിക്കുമ്പോഴേ നമുക്ക് വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്രിയാത്മകമായ ആളാണ്, നമ്മൾ മുന്നോട്ട് എന്ന് ഓരോ ദിവസവും അടിവെച്ച് മുന്നോട്ട് പോകുന്നുള്ള വിശ്വാസത്തോട് നമ്മൾ എണീറ്റ് വരിക. പ്രതീക്ഷകൾ നമുക്ക് കൂടെ ഉണ്ടാവും. നമുക്ക് ടീച്ചർമാരുണ്ട്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് മുന്നേറാം. അതുകൊണ്ട് ഈ ക്യാമ്പ് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ആസ്വദിച്ചെടുക്കുക. അടുത്ത കൊല്ലങ്ങളിലും ഇതുപോലുള്ള ക്യാമ്പിൽ പങ്കെടുക്കുക. നല്ലൊരു വ്യക്തിത്വം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സമ്മർ കോച്ചിങ് ക്യാമ്പിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടന്നത്. ഇന്നിപ്പോ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട് യോഗ, മെഡിറ്റേഷൻ, കല, കായിക വിനോദങ്ങളെല്ലാം. ഇതിന്റെ പരമമായ ലക്ഷ്യം മത്സരങ്ങളിൽ 1ാം സ്ഥാനം എത്തുക എന്നുള്ളതല്ല. ഇന്ന് മത്സരിക്കുന്നവർക്ക് അവരുടെ ഇന്നത്തെ മത്സരം നാളെ കുറെ കൂടെ മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർത്തുവാനുള്ള ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്യാമ്പുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഡിസിപ്ലിനുള്ള ഒരു സ്പോർട്സ്മാൻ എന്ന് പറയുന്നത് വെൽ ഡിസിപ്ലിൻഡ് ആയിരിക്കും. അയാൾക്ക് അങ്ങനെ ഡിസിപ്ലിൻഡ് ആയാൽ മാത്രമേ ടൈം മാനേജ്മെന്റും അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുവാനും കഴിയുള്ളൂ. അതുപോലെ നമുക്കൊരു ചെറുതും വലുതുമായ ധാരാളം പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതിനെ വളരെ ഭംഗിയായിട്ട് യാതൊരു ബന്ധപ്പാടുണ്ടാകാത്ത രീതിയിൽ മാനേജ് ചെയ്യണമെങ്കിൽ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവവും നമുക്ക് ഈ യോഗ ക്ലാസുകളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഏത് സിറ്റുവേഷനെയും തരണം ചെയ്യാൻ കഴിയുമുള്ള മാനസികമായ ഒരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതും യോഗയുടെയും മെഡിറ്റേഷന്റെയും ഒരു പ്രധാനപ്പെട്ട ആവശ്യവും ഒരു ഉത്തരവാദിത്വമാണ്. അപ്പൊ ഈ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരിക്കൽ കൂടെ ഇതിന്റെ വിജയത്തിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരം നിർത്തുന്നു. എല്ലാവർക്കും, അധ്യാപകർക്കും, PT അധ്യാപകർക്കും അതുപോലെ സ്കൂളിലെ മറ്റ് എല്ലാ സ്റ്റാഫിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിവിടെ
എനിക്ക് മുന്നേ സംസാരിച്ചിട്ടുള്ളവരെല്ലാം യോഗയെക്കുറിച്ചും യോഗയുടെ ഇമ്പോർട്ടൻസ്, അത് സമൂഹത്തിൽ ഉണ്ടാക്കാവുന്ന സ്വാധീനം, ഇതിനെക്കുറിച്ചൊക്കെ പോയിന്റ് ഔട്ട് ചെയ്തു. ഇന്ത്യയുടെ മാർഷ്യൽ ആർട്സ്, കല, സാഹിത്യം, അതുപോലെ അത്ലറ്റിക്സ്, ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് രൂപം കൊടുത്ത് അത് ഇന്റർനാഷണൽ ലെവലിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ യോഗയുടെ ഇന്ത്യയിലെ ആൾക്കാർ, യോഗ ആചാര്യന്മാർ പ്രാക്ടീസ് ചെയ്തതിന്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് ഇന്നിപ്പം യൂറോപ്യൻ കൺട്രീസിലുള്ള ആൾക്കാർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മഹർഷിമാരും യോഗാചാര്യന്മാരും ചെയ്തതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള വേർഷൻ മിക്സ് ചെയ്തുകൊണ്ട് യോഗ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഈ വർഷം മുതൽ നമ്മുടെ സ്കൂളിൽ അതിനുള്ള യോഗ ടീച്ചറെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികളും ഈ അവസരം വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കണം. കാരണം കായികമായ വളർച്ച എന്നതിനേക്കാൾ ഉപരി മാനസികമായിട്ടുള്ള വളർച്ച, നിങ്ങൾക്ക് സ്ട്രെസ് ഇല്ലാത്തതായിരിക്കണം. വീടുകളിലും സമൂഹത്തിലുള്ള പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് നേരിടാൻ സാധിക്കണം. അതിനൊക്കെ യോഗ ഒരു ഒറ്റമൂലിയാണ്. ഇറ്റ്സ് എ കനേഷ്യ, ഇറ്റ് ഇസ് എ സൊല്യൂഷൻ. ആ യോഗയ്ക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കുക. ഇപ്പൊ നമ്മുടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ യോഗയ്ക്കുള്ള പ്രാധാന്യം, നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു ഫ്ലൈറ്റിലായിരുന്നു യോഗ ചെയ്തിരുന്നത്. കാരണം തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അദ്ദേഹത്തിന്റെ യാത്രയിൽ കിട്ടുന്ന സമയം ചിലപ്പോൾ നെഹ്റു ഫ്ലൈറ്റിൽ യോഗ ചെയ്യുമായിരുന്നു. അതിനെക്കുറിച്ച് അന്നൊന്നും ടെക്നോളജിയും ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ലോകമല്ല. അപ്പൊ അതിൽ നിന്ന് മാറി ഇന്ന് എല്ലാ വീടുകളിലേക്കും യോഗയുടെ പ്രാധാന്യം എത്തിയിരിക്കുന്നു. അപ്പൊ കായികമായിട്ടും അടുത്ത വർഷം മുതൽ വേറൊരു കാര്യം ഞാൻ പ്ലാൻ ചെയ്യുന്നത്, 5 ദിവസം നിങ്ങളെ സ്കൂളിൽ തന്നെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നിങ്ങളിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനും കൂടി അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെയും കൂടെ വെച്ച് വരുത്തി രാത്രിയിൽ ചർച്ചയൊക്കെ നടത്തി അധ്യാപകർക്കൊപ്പം നിങ്ങൾ ഇവിടെ ഈ സ്കൂൾ ക്യാമ്പസിൽ ഉറങ്ങുന്നതിന് വേണ്ടുന്നുള്ള സംവിധാനം അടുത്ത വർഷം ഏർപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും വിനീതമായിട്ടുള്ള നമസ്കാരത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ രാജേന്ദ്ര സാറിനെയും അധ്യാപകരെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ശ്രീ അശോകൻ സാർ, കേരള യൂണിവേഴ്സിറ്റി പ്രയർ ആൻഡ് സി ലൈസൻസ് ഹോൾഡർ. ശ്രീമതി മഹേശ്വരി, യോഗ ടീച്ചർ, TTC യോഗ. നമ്മുടെ സ്കൂളിന്റെ 2ാമത്തെ സമ്മർ കോച്ചിങ് ക്യാമ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമ്മർ കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ പേരിലും നമ്മുടെ സ്കൂളിൻ്റെ പേരിലും ഞാൻ അറിയിച്ചു. താങ്ക് യു.
Exhale, inward. Inhale, let it forward. Exhale, let it forward. Inhale, arms up, arch back. Exhale. Inhale, exhale, arms together. Inhale, arms up, arch back. Exhale, bend down forward. Inhale, right leg back. Reaching chest down. Inhale, chest up. Exhale, inverted. Inhale, right leg forward. Exhale, a leg forward. Exhale, bend down forward. Inhale, left leg back. Reaching to the back. Exhale, one knee, chest down. Inhale, chest up. Exhale, forward. Inhale, left leg forward. Exhale, a leg forward. Inhale, arms up, arch back. Exhale, down. Exhale, arms together, down, arch back. Knees, chest, head on. Inhale, chest up. Exhale, forward. Inhale, left leg forward. Exhale, leg forward. Inhale, arms up, arch back. Exhale, inhale, exhale, arms together, down, arch back. Reaching the leg back. Exhale, long knees, chest down. Inhale, chest up. Exhale, forward. Inhale, right leg forward. Exhale, leg forward. Inhale, arms up, arch back. Inhale, chest down. Inhale, chest up. Exhale, forward. Inhale, leg forward. Exhale, leg forward. Inhale, arms up, arch back. Exhale. Next we are going to do Ardha Chandrasana. Bring your legs. Balance your legs. 2, 3, 4, and 5. On Uttanasana. 1, 2, 3, 4, and 5. Together leg. 1, 2, 3, 4, and 5. Next we are going to do and flag your thighs. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7, 6. Bring your both feet together. Now, lie down in Shavasana. Next, we are going to do our leg raises. Inhale, right leg up. Exhale. Keep your hands beside the body. Keep your hands beside the body. Inhale, left leg up. Exhale. Now mentally. Exhale. Down. Inhale, both legs up. Exhale. Inhale, both legs up. Exhale. Now next, inhale, hips up. Support your hips with your hands. Support your hips with your hands. Inhale up, up. Hips up as much as you can. Hips up as much as you can. Slowly down. Next, catch your ankles or back. Inhale, hips up. Bring your legs near your buttocks with the children. Touch your toes or hands. Inhale, hips up. Breathe, 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 breathe. Exhale, slowly. Legs apart, hands apart. Breathe, 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 breathe. And next you are going to do power. Inhale, chest up, right pressure, forward to the knees. Breathe, 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 breathe. Exhale, slowly down. Once again, we are doing with one leg and one leg. Bring your both feet together, arms beside the body. Inhale, right, hug your knees. Inhale, chest up, right pressure, forward to knees. Breathe, 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 breathe. Exhale, slowly down. Okay, inhale, left leg up. Exhale, slowly down. Now, breathe, breathe, breathe.
Rub your hands. Open your eyes. Rub your hands. Open your eyes. Tap your body.
together. Stand and speak. Good. Attention. Attention manner lift here stand here. Attention. Attention. Good. Good. Good.